ലോകത്തതിവേഗം വളരുന്ന സൈനിക ശക്തികളിലൊന്നാണ് ഇന്നത്തെ ഇന്ത്യ. തന്ത്രപരമായ കഴിവുകളുള്ള ഒരു പ്രാദേശിക ശക്തിയിൽ നിന്നും ആഗോള തലത്തിലേക്ക് വളരുന്ന ഒരു തന്ത്രപ്രധാന ശക്തിയായി ഇന്ത്യ മാറുകയാണ്. ആയുധങ്ങൾക്കായി വിദേശ വിതരണക്കാരെ വളരെയധികം ആശ്രയിച്ചിരുന്നുവെങ്കിലും നിലവിൽ ഇന്ത്യ തങ്ങളുടെ പ്രാദേശിക വ്യവസായം ശക്തിപ്പെടുത്തുകയാണ്. ഇന്ത്യയുടെ സേനകളിൽ സേവനത്തിലുള്ള തദ്ദേശീയ ആയുധങ്ങളെല്ലാം ഉയർന്ന നിലവാരത്തിലുള്ളവയാണ്. ഇന്നത്തെ വീഡിയോയിൽ ഇന്ത്യൻ സായുധ സേന ഉപയോഗിക്കുന്ന ഏറ്റവും ശക്തമായ 12 ആയുധ സംവിധാനങ്ങൾ ഏതൊക്കെയാണെന്ന് നോക്കാം. നമ്പർ 12, പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ. വിൻറ്റേജ് BM-21 ഗ്രേഡ് മൾട്ടിപ്പിൾ ലോഞ്ച് റോക്കറ്റ് സിസ്റ്റത്തെ മാറ്റിസ്ഥാപിക്കാനാണ് ഇന്ത്യ പിനാക്ക മൾട്ടി ബാരൽ റോക്കറ്റ് ലോഞ്ചർ നിർമ്മിച്ചത്. 40 കിലോമീറ്റർ റേഞ്ചുള്ള സംവിധാനമായി 1998 പിനാക്ക സർവീസിൽ പ്രവേശിച്ചത്. NBC പരിരക്ഷയോടെ 8x8 ട്രക്കിൽ ഘടിപ്പിച്ച ഈ സംവിധാനം 12 റോക്കറ്റുകളെ ഉൾക്കൊള്ളുന്നു. 65 കിലോമീറ്റർ റേഞ്ചുള്ള റോക്കറ്റുകളുടെ ഒരു മെച്ചപ്പെട്ട വേരിയന്റും നിലവിൽ ഇന്ത്യൻ സൈന്യവുമായി സേവനത്തിലാണ്. പിനാക്ക സിസ്റ്റം ഒരു ഹൈലി നെറ്റ്വർക്ക്ഡ് റോക്കറ്റ് ലോഞ്ചറാണ്. ഇവ വെപ്പൺ ലൊക്കേറ്റിംഗ് റഡാറുകൾ, ബാറ്റിൽ ഫീൽഡ് നിരീക്ഷണ റഡാറുകൾ, അൺമാൻഡ് ഏരിയൽ വെഹിക്കിളുകൾ, ലോങ് റേഞ്ച് IR ആൻഡ് ഒപ്റ്റിക്കൽ വ്യൂയിങ് സിസ്റ്റങ്ങൾ എന്നിവയുമായി ചേർന്ന് പ്രവർത്തിക്കുന്നു. ഇത് യുദ്ധത്തിലുള്ള പിനാക്കയുടെ കൃത്യതയും ഫലപ്രാപ്തിയും വർദ്ധിപ്പിക്കുന്നു. അതോടൊപ്പം കൃത്യമായ ആക്രമണത്തിനായി റോക്കറ്റുകളിൽ GPS മാർഗനിർദ്ദേശ സംവിധാനം സ്ഥാപിക്കുന്നതിന് DRDO ഇസ്രായേൽ മിലിറ്ററി ഇൻഡസ്ട്രീസുമായി നിലവിൽ ചേർന്ന് പ്രവർത്തിക്കുന്നു. 1999 കാർഗിൽ യുദ്ധത്തിൽ തണുത്തതും ഉയർന്നതുമായ പ്രദേശങ്ങളിൽ പിനാക്ക അവയുടെ പോരാട്ട വീര്യം തെളിയിച്ചിരുന്നു. സമാന പ്രകടനം കാഴ്ചവെക്കുന്ന അമേരിക്കൻ 270യേക്കാൾ 10 മടങ്ങ് വില കുറഞ്ഞതാണ് പിനാക്ക സിസ്റ്റം എന്നതും ശ്രദ്ധേയമാണ്. ഒരു പിനാക്ക സിസ്റ്റത്തിൽ ലോഞ്ചറുകളിലും ലോഡിംഗ് വാഹനങ്ങളിലുമായി മൊത്തം 288 റോക്കറ്റുകൾ ഉണ്ടാകും. പ്രതിവർഷം 15 ബാറ്ററികളും 5000 റോക്കറ്റുകളും ഉൽപ്പാദിപ്പിക്കുന്നതായി ഇന്ത്യൻ ആർമി വ്യക്തമാക്കുന്നു. റഷ്യൻ സ്മെർച്ച് ഹെവി റോക്കറ്റുകളുടെ അതേ ക്ലാസുകളിലുള്ള 120 കിലോമീറ്റർ റേഞ്ചുള്ള പിനാക്കയുടെ ഒരു നൂതന വേരിയന്റും ഇന്ത്യ വികസിപ്പിച്ചുകൊണ്ടിരിക്കുകയാണ്. നമ്പർ 11, ബാലിസ്റ്റിക് മിസൈൽ ഡിഫൻസ് സിസ്റ്റം. ഇന്ത്യൻ BMD പ്രോഗ്രാം ആദ്യമായി 90കളിൽ പ്രഖ്യാപിക്കുകയും 2006ലും 2007ലുമായി പരീക്ഷണങ്ങൾ നടത്തുകയും ചെയ്തു. അതായത് ഒരു ഷോർട്ട് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലിനെതിരെ ഇത് വിജയകരമായി പരീക്ഷിച്ചു. കൂടാതെ പ്രധാന നഗരങ്ങളെ സംരക്ഷിക്കുന്നതിന് വളരെ എളുപ്പത്തിൽ ഇവയെ വിന്യസിക്കാൻ കഴിയുമെന്നും റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നു. ഗ്രീൻ പൈൻ റഡാറിനൊപ്പം പൃഥ്വി എയർ ഡിഫൻസ് മിസൈൽ, അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് മിസൈൽ എന്നീ 2 ഇന്റർസെപ്റ്റർ മിസൈലുകളുമാണ് ഈ സംവിധാനത്തിന്റെ കരുത്ത്. ഇൻകമിംഗ് ബാലിസ്റ്റിക് മിസൈലുകളെ അന്തരീക്ഷത്തിന് പുറത്തുവെച്ച് തടയുന്നതിനായി വികസിപ്പിച്ചെടുത്ത ബാലിസ്റ്റിക് വിരുദ്ധ മിസൈലാണ് പൃഥ്വി എയർ ഡിഫൻസ് മിസൈൽ. ഇവയ്ക്ക് 300 കിലോമീറ്റർ മുതൽ 2000 കിലോമീറ്റർ വരെ പ്രവർത്തന പരിധി ഉണ്ടായിരിക്കും. കൂടാതെ 80 കിലോമീറ്റർ വരെ ഉയരത്തിലെത്തുന്ന ഭീഷണികളെയും തകർക്കാൻ ഇവയ്ക്ക് കഴിയും. മാക് 5ന് മുകളിലുള്ള പരമാവധി വേഗത ഉള്ളതുകൊണ്ട് ഇന്റർമീഡിയറ്റ് റേഞ്ച് ബാലിസ്റ്റിക് മിസൈലുകളെ തകർക്കാൻ പൃഥ്വി പ്രാപ്തമാണ്. 30 കിലോമീറ്റർ ഉയരത്തിലെത്തുന്ന ഇൻകമിംഗ് ബാലിസ്റ്റിക് മിസൈലുകളെ അന്തരീക്ഷത്തിനുള്ളിൽ വെച്ച് തടയാൻ രൂപകൽപ്പന ചെയ്ത ആന്റി ബാലിസ്റ്റിക് മിസൈലാണ് അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് മിസൈൽ. 150 കിലോമീറ്റർ മുതൽ 200 കിലോമീറ്റർ വരെയാണ് അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് മിസൈലിന്റെ പ്രവർത്തന റേഞ്ച്. കൂടാതെ ഇതിന്റെ പരമാവധി വേഗത മാക് 4.5 ആണ്. ഈ 2 മിസൈലുകളും തുടക്കത്തിൽ ഒരു നിഷ്ക്രിയ നാവിഗേഷൻ സിസ്റ്റവും ലക്ഷ്യത്തിലെത്താൻ ആക്റ്റീവ് റഡാർ സീക്കറും ഉപയോഗിക്കുന്നു. ഈ മിസൈലുകളെ നിരീക്ഷിക്കാനും ഫയർ കൺട്രോൾ നൽകാനും ഇന്ത്യ ഒരു ലോങ് റേഞ്ച് സ്വേഡ് ഫിഷ് റഡാർ ഉപയോഗിക്കുന്നു. ഈ ഇസ്രായേലി റഡാറിന് 800-ലധികം കിലോമീറ്റർ റേഞ്ച് ഉണ്ടാകും. കൂടാതെ ശത്രു മിസൈലുകളുടെ വിക്ഷേപണങ്ങളും പാതകളും ട്രാക്ക് ചെയ്യുന്നതിനും ഇത് ഉപയോഗിക്കാൻ കഴിയും. ഈ റഡാറിന്റെ റേഞ്ച് 1500 കിലോമീറ്റർ ആക്കി ഉയർത്താൻ നിലവിൽ ഇന്ത്യ ശ്രമിച്ചു പോരുന്നു. അതോടൊപ്പം പൃഥ്വി എയർ ഡിഫൻസ് മിസൈലിന്റെയും അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് മിസൈലിന്റെയും ഒരു ഉയർന്ന റേഞ്ചുള്ള നവീകരിച്ച പതിപ്പും ഇന്ത്യ നിർമ്മിക്കുന്നു. ശത്രു വിമാനങ്ങളെയും ക്രൂയിസ് മിസൈലുകളെയും തകർക്കാൻ അഡ്വാൻസ്ഡ് എയർ ഡിഫൻസ് മിസൈൽ ഒരു ദീർഘദൂര സർഫസ് ടു എയർ മിസൈലായി ഉപയോഗിക്കാൻ കഴിയുമെന്നും പറയപ്പെടുന്നു. 250-ലധികം കിലോമീറ്റർ പരിധിയുള്ള സർഫസ് ടു എയർ മിസൈലുകളുള്ള ചുരുക്കം ചില ഓപ്പറേറ്റർമാരിൽ ഒരാളായി ഇത് ഇന്ത്യയെ മാറ്റും. ഇരു മിസൈലുകളും ഒരേ സമയം പ്രവർത്തിപ്പിക്കുമ്പോൾ ശത്രു ബാലിസ്റ്റിക് മിസൈലിനെതിരെ ഇവയ്ക്ക് 99.8% ഹിറ്റ് പ്രോബബിലിറ്റി ഉണ്ടാകും. നമ്പർ 10, നമിക അഥവാ നാഗ് മിസൈൽ കാരിയർ.
പ്രതിരോധ ഗവേഷണ വികസന സംഘടന നടത്തുന്ന ഇന്റഗ്രേറ്റഡ് ഗൈഡഡ് മിസൈൽ വികസന പദ്ധതിയുടെ ഭാഗമായാണ് നമിക വികസിപ്പിച്ചത്. ഭാരത് ഡൈനാമിക് ലിമിറ്റഡ് ആണ് ഇത് നിർമ്മിക്കുന്നത്. പരിഷ്കരിച്ച BMP-2 ചേസിസിൽ ഘടിപ്പിച്ചിരിക്കുന്ന 3ാം തലമുറ നാഗ് ആന്റി ടാങ്ക് മിസൈലാണ് ഈ സിസ്റ്റത്തിന്റെ പ്രധാന കരുത്ത്. ശത്രു ടാങ്കുകൾ കണ്ടെത്തുന്നതിനായി ഒപ്റ്റിക്കൽ IR സെൻസർ സ്യൂട്ടുള്ള ഈ സിസ്റ്റത്തിൽ കവചിത ബോക്സ് ലോഞ്ചറുകളിൽ 8 നാഗ് മിസൈലുകളും വീണ്ടും ലോഡ് ചെയ്യുന്നതിന് 8 മിസൈലുകളും അടങ്ങിയിരിക്കുന്നു. ഈ മിസൈലുകൾക്ക് ഫയർ ആൻഡ് ഫോർഗറ്റ് ശേഷിയും ടാങ്കുകളുടെ ദുർബലമായ മുകൾ ഭാഗത്തെ ലക്ഷ്യമിടാൻ അനുവദിക്കുന്ന ടോപ്പ് അറ്റാക്ക് ശേഷിയുമുള്ളവയാണ്. നാഗ് മിസൈലിന് പ്രദേശത്തെ ഏത് കവചിത ടാങ്കുകളെയും തുളച്ചു കയറാൻ പ്രാപ്തമാക്കുന്ന ഒരു ഉയർന്ന എക്സ്പ്ലോസീവ് ആന്റി ടാങ്ക് വാർഹെഡും ഉണ്ടാകും. 10 കിലോമീറ്റർ റേഞ്ചിലുള്ള ടാർഗറ്റുകളെ വിജയകരമായി കണ്ടെത്താനും ഇവയെ കൃത്യമായി നശിപ്പിക്കാനുമുള്ള കഴിവും നാഗ് മിസൈൽ പ്രകടിപ്പിച്ചിരുന്നു. ഈ സംവിധാനത്തിന്റെ ഏറ്റവും സവിശേഷമായ കഴിവ് ഇതിന് യുദ്ധക്കളത്തിലെ ഏത് ജലാശയത്തെയും മറികടക്കാൻ കഴിയുമെന്നതാണ്. വളരെ കുറച്ച് സൈന്യങ്ങൾക്ക് മാത്രമേ സമാനമായ സംവിധാനങ്ങളുള്ളൂ. അതിനാൽ ഈ ആയുധ സംവിധാനം വളരെ സവിശേഷമാണ്. 13 നമിക്കുകൾക്കും 443 നാഗ് മിസൈലുകൾക്കുമായി ഇന്ത്യൻ സൈന്യം പ്രാഥമിക ഉത്തരവ് നൽകിയിരുന്നു. കൂടാതെ 200 നമിക്കകളും 7000 നാഗ് മിസൈലുകളും ആവശ്യമുണ്ട് എന്ന് ഇന്ത്യൻ സൈന്യം പ്രഖ്യാപിച്ചു കഴിഞ്ഞു. നമ്പർ 9 P-8I നെപ്റ്റ്യൂൺ. 7500 കിലോമീറ്റർ നീളമുള്ള തീരപ്രദേശവും സംരക്ഷണം ആവശ്യമുള്ള 100 കണക്കിന് ദ്വീപുകളും ഇന്ത്യയിലുണ്ട്. ഇന്ത്യയെ ചുറ്റിപ്പറ്റിയുള്ള ജലാശയങ്ങൾ വിശാലവും അന്തർവാഹിനികൾ കുളിച്ചിരിക്കാൻ അനുയോജ്യവുമാണ്. അവിടെയാണ് P-8Iയുടെ പ്രാധാന്യം വരുന്നത്. മറ്റേതൊരു ആന്റി സബ്മറൈൻ വാർഫെയർ വിമാനത്തിനും തുല്യമല്ലാത്ത മികച്ച എൻഡുറൻസും സെൻസർ സ്യൂട്ടും ഉള്ളതിനാലാണ് ഇവയെ ഇന്ത്യ തിരഞ്ഞെടുത്തത്. ബേസിൽ നിന്ന് 2000 കിലോമീറ്റർ അകലെയുള്ള 4 മണിക്കൂർ ദൗത്യത്തിനുള്ള എൻഡുറൻസ് ഇവ പുലർത്തുന്നു. അതായത് ബേസിൽ നിന്ന് 2000 കിലോമീറ്റർ പറക്കാനും അന്തർവാഹിനികളെ 4 മണിക്കൂർ വേട്ടയാടാനും അതിന്റെ ആന്തരിക ഇന്ധനത്തെ അടിസ്ഥാനമാക്കി 2000 കിലോമീറ്റർ തിരിച്ചു പറക്കാനും കഴിയും. P-8Iയുടെ നോസിൽ ഒരു ദീർഘദൂര സെർച്ച് റഡാർ ഉണ്ട്. കൂടാതെ അന്തർവാഹിനികളെ വേട്ടയാടുന്നതിന് പിന്നിൽ ഒരു മാഗ്നറ്റിക് അനോമലി ഡിറ്റക്ഷൻ ബൂം ഉള്ളതുകൊണ്ട് ഇന്ത്യൻ വേരിയന്റ് മറ്റേത് വിമാനത്തിലും മികച്ചതാണ്. കൂടാതെ ഇന്ത്യൻ വേരിയന്റ് നിരവധി ഇലക്ട്രോണിക് സിസ്റ്റങ്ങളെ ഇന്ത്യൻ പതിപ്പുകൾ ഉപയോഗിച്ച് മാറ്റി സ്ഥാപിച്ചിട്ടുമുണ്ട്. ആന്തരികമായി 120 സോനാബൂയികളും 6 മുതൽ 8 MK-54 ടോർപിഡോകളും ബോംബ് ബേകളിൽ വഹിക്കാൻ കഴിയും. ഒപ്പം 4 ഹാർപൂൺ മിസൈലുകളും ചിറകിനടിയിൽ സജ്ജീകരിച്ചിരിക്കുന്നു. ഉപരിതല അണ്ടർ വാട്ടർ ഭീഷണികളുടെ ഒരു മുഴുവൻ റേഞ്ചിലും ഏർപ്പെടാൻ ഇത് ഇന്ത്യൻ വ്യോമസേനയെ അനുവദിക്കുന്നു. P-8I അങ്ങനെ ഇന്ത്യൻ വ്യോമസേനയ്ക്ക് ഇന്ത്യൻ മഹാസമുദ്രത്തിൽ സംരക്ഷണം നൽകാനും ഇന്ത്യൻ തീരത്ത് നിന്ന് ആയിരക്കണക്കിന് കിലോമീറ്റർ അകലെയുള്ള അന്തർവാഹിനികളെ വേട്ടയാടാനുമുള്ള കഴിവ് നൽകുന്നു. ഇന്ത്യ നിലവിൽ ഇത്തരം 9 വിമാനങ്ങൾ പ്രവർത്തിപ്പിച്ചു പോരുന്നു. നമ്പർ 8 T-90S ഭീഷ്മ. 5000-ഓളം T-55, T-72 ടാങ്കുകളുടെ ഓപ്പറേറ്റർ ആയിരുന്നതുകൊണ്ട് ഇന്ത്യൻ സൈന്യം T-90Sനെ അവരുടെ പകരക്കാരനായി തെരഞ്ഞെടുത്തത് സ്വാഭാവികമായിരുന്നു. അബ്രാം T-80 ടാങ്കുകൾ എന്നിവ വാങ്ങാനുള്ള അയൽവാസിയുടെ ശ്രമത്തിന് മറുപടിയായാണ് റഷ്യയിൽ നിന്നും ഇന്ത്യ ഇവയെ ആദ്യം ശേഖരിച്ചത്. വെറും 48 ടൺ ഭാരവും 3 ക്രൂവുമുള്ള ഈ ടാങ്ക് ഓട്ടോ ലോഡറുള്ള ഒരു 125mm സ്മൂത്ത് ബോർ ഗൺ ഉപയോഗിക്കുന്നു. ഈ ടാങ്കിന്റെ ഏറ്റവും വലിയ പ്രത്യേകത ഇൻവാർ ആന്റി ടാങ്ക് മിസൈലിനെ അതിന്റെ ബാരലിൽ നിന്നും വെടിവെക്കാനുള്ള ഇവയുടെ കഴിവാണ്. ടററ്റിൽ ഘടിപ്പിച്ചിരിക്കുന്ന 12.7mm മെഷീൻ ഗൺ സ്വമേധയാ പ്രവർത്തിക്കുന്നുണ്ടെങ്കിലും ടാങ്കിനുള്ളിൽ നിന്ന് കമാൻഡറിന് ഇത് വിദൂരമായി നിയന്ത്രിക്കാനാകുമെന്നതാണ് മറ്റൊരു പ്രത്യേകത. ഇന്ത്യൻ വകഭേദങ്ങളിൽ സ്ഫോടനാത്മക റിയാക്റ്റീവ് ആർമറിന്റെ ഭാഗമായ ഒരു തദ്ദേശീയ കാഞ്ചൻ സെറാമിക് കവചവും ഉണ്ടാകും. T-80യുടെ ഗ്യാസ് ടർബൈനുകളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ അറ്റകുറ്റപ്പണി എളുപ്പമാക്കുകയും ഇന്ധന ഉപഭോഗം കുറയ്ക്കുകയും ചെയ്യുന്ന ഡീസൽ എഞ്ചിനിലാണ് T-90 പ്രവർത്തിക്കുന്നത്. കൂടാതെ സാബ് LEDS 150 ആക്റ്റീവ് പ്രൊട്ടക്ഷൻ സിസ്റ്റം ഘടിപ്പിക്കാൻ ഇത് സജ്ജമാക്കിയിരിക്കുന്നു. ഇത് ശത്രു ടാങ്ക് വിരുദ്ധ ആയുധങ്ങൾക്കെതിരെ 3 ലെയേർഡ് പ്രതിരോധം നൽകുമെന്ന് കരുതപ്പെടുന്നു. നിലവിൽ ഇന്ത്യ 2000-ലധികം T-90 ടാങ്കുകൾ പ്രവർത്തിപ്പിക്കുന്നു. നമ്പർ 7 INS വിക്രമാദിത്യ. ഇന്ത്യയുടെ ഏറ്റവും പുതിയ വിമാനവാഹിനി കപ്പലായ INS വിക്രമാദിത്യയാണ് ഇന്ത്യ ഇതുവരെ പ്രവർത്തിപ്പിച്ചിട്ടുള്ളതിൽ വെച്ച് ഏറ്റവും വലിയ കപ്പൽ. 45,000 ടണ്ണിന്റെ നവീകരിച്ച ഈ കപ്പൽ നിലവിൽ ഇന്ത്യൻ മഹാസമുദ്രത്തിലെ ഏറ്റവും ശക്തമായ സ്വത്താണ്. 6 ആന്റി സബ്മറൈൻ വാർഫെയർ ഹെലികോപ്റ്ററുകൾക്കൊപ്പം 24 MiG-29K യുദ്ധവിമാനങ്ങളെ വിന്യസിക്കാനുള്ള ശേഷിയും ഇതിനുണ്ട്. ഈ ശക്തമായ സംയോജനം ഇന്ത്യൻ നാവികസേനയ്ക്ക് വളരെ ഉപയോഗപ്രദമായ പവർ പ്രൊജക്ഷൻ ഉപകരണമാക്കി വിക്രമാദിത്യയെ മാറ്റുന്നു. ഈ കാരിയറിനൊരു റഷ്യൻ ഇലക്ട്രോണിക് സെൻസർ സ്യൂട്ട് ഉണ്ടാകും.
അത് ശക്തമായ എയർബോൺ റഡാർ സംവിധാനങ്ങൾ ട്രാക്ക് ചെയ്യുന്നതിൽ നിന്നും തടയാൻ പര്യാപ്തമാണ്. കൂടാതെ കാരിയറിന്റെ സ്വയം പ്രതിരോധത്തിനായി ബരാക് 8 സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റവും സജ്ജീകരിച്ചിരിക്കുന്നു. നമ്പർ 6 INS കൊൽക്കത്ത. ഇന്ത്യയുടെ ആദ്യത്തെ ആധുനിക ഡിസ്ട്രോയറാണ് കൊൽക്കത്ത ക്ലാസ് കപ്പലുകൾ. തദ്ദേശീയമായി രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ച ഈ ക്ലാസ് 3 കപ്പലുകൾ ഇന്ത്യൻ നാവികസേനയുടെ ശേഷിയെ ഗണ്യമായി വർദ്ധിപ്പിക്കുന്നു. ഒരു കറങ്ങുന്ന പാനലിന് പകരം 4 സ്റ്റാറ്റിക് പാനലുകളുള്ള MS സ്റ്റാർ ആക്റ്റീവ് ഇലക്ട്രോണിക് സ്കാൻഡ് അറേ റഡാർ ഉപയോഗിക്കുന്ന ആദ്യത്തെ ഇന്ത്യൻ കപ്പൽ കൂടിയാണിത്. ഒരു ഡസനോളം റഡാറുകളെ ഒരൊറ്റ സിസ്റ്റം ഉപയോഗിച്ച് മാറ്റി സ്ഥാപിക്കാനും ഈ മൾട്ടി ഫംഗ്ഷൻ റഡാർ അനുവദിക്കുന്നു. ലംബമായി വിക്ഷേപിക്കാവുന്ന 16 ബ്രഹ്മോസ് സൂപ്പർസോണിക് ലോങ് റേഞ്ച് ആന്റിഷിപ്പ് മിസൈലുകളുടെ ബാറ്ററിയാണ് ഇതിന്റെ പ്രധാന ആയുധം. നിലവിലുള്ള യുദ്ധക്കപ്പലുകളുടെ ആയുധങ്ങളുമായി താരതമ്യം ചെയ്യുമ്പോൾ മാരകമായ മിസൈൽ ആയുധങ്ങളിൽ ഒന്നാണിത്. അങ്ങേയറ്റം കൃത്യതയോടെ 300 കിലോമീറ്റർ ദൂരത്തിലുള്ള കപ്പലുകളെ തകർക്കാൻ ഇതിന് കഴിയും. ബരാക് 8 ലോങ് റേഞ്ച് സർഫസ് ടു എയർ മിസൈലാണ് ഇവയുടെ പ്രാഥമിക സർഫസ് ടു എയർ മിസൈൽ സിസ്റ്റം. ആന്റി സബ്മറൈൻ റോക്കറ്റ് ലോഞ്ചറുകൾ, ടോർപിഡോ ട്യൂബുകൾ, 76 mm മെയിൻ തോക്ക്, 30 mm ഗാറ്റ്ലിംഗ് തോക്കുകൾ, ഇരട്ട ഹെലികോപ്റ്റർ ഹാങ്ങർ എന്നിവയും ഈ കപ്പലിലുണ്ട്. ചുരുക്കി പറഞ്ഞാൽ ഇത് വളരെ സന്തുലിതവും ഉയർന്ന ശേഷിയുമുള്ള ഒരു മൾട്ടി റോൾ ഡിസ്ട്രോയർ ആണ്. നമ്പർ 5 ഫാൽക്കൺ എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം. എയർബോൺ എയർലി വാർണിംഗ് ആൻഡ് കൺട്രോൾ സിസ്റ്റം രംഗത്തേക്ക് പ്രവേശിക്കാൻ ഇന്ത്യ സത്യത്തിൽ വൈകിയിരുന്നു. എന്നാൽ ലോകത്തിലെ ഏറ്റവും നൂതനമായ അവാക്സ് എന്ന് ലോകം മുഴുവൻ വിശേഷിപ്പിച്ചോ തന്നെ വാങ്ങിക്കൊണ്ട് ഇന്ത്യ മേഖല ശക്തമാക്കി. ഒരു റഷ്യൻ IL-76 വിമാനത്തിൽ ഘടിപ്പിച്ചിരിക്കുന്ന ഇസ്രായേലി ELBAR-W2090 റഡാർ ഇതിൽ അടങ്ങിയിരിക്കുന്നു. ഇത് IL-76 മുകളിലായി സ്ഥാപിച്ചിരിക്കുന്ന ഒരു 360 ഡിഗ്രി ആക്റ്റീവ് ഇലക്ട്രോണിക് സ്കാൻഡ് അറേ റഡാർ ആണ്. ഈ റഡാറിന്റെ ഏറ്റവും വലിയ പ്രത്യേകത അതിന്റെ ബീമുകൾ ഇലക്ട്രോണിക് സ്റ്റിയർ ആയതിനാൽ അത് നിശ്ചലമാണ്. അതിനാൽ ഇത് റഡാർ യാന്ത്രികമായി നയിക്കേണ്ടതിന്റെ ആവശ്യകതയെ ഇല്ലാതാക്കുന്നു. E3 സെൻട്രി പോലെയുള്ള അറിയപ്പെടുന്ന സിസ്റ്റങ്ങളുമായി താരതമ്യപ്പെടുത്തുമ്പോൾ ടാർഗറ്റുകളെ അവയേക്കാൾ 10 മടങ്ങ് വേഗത്തിൽ ട്രാക്ക് ചെയ്യാൻ ഈ റഡാറിന് കഴിയുന്നു. ഇതിനൊരു സംയോജിത IFF സിസ്റ്റം, ഇലക്ട്രോണിക് കൗണ്ടർ മെഷറുകൾ, സ്വയം സംരക്ഷണത്തിനായി ECCM സ്യൂട്ടുകൾ, ശത്രു റഡാറുകളെ കുറിച്ചുള്ള വിവരങ്ങൾ ശേഖരിക്കുന്നതിനും ആശയവിനിമയങ്ങളും സ്റ്റാറ്റ്കോ സിസ്റ്റങ്ങളും നിരീക്ഷിക്കുന്നതിനുമുള്ള ഇലക്ട്രോണിക് ഇന്റലിജൻസ് എന്നിവയുണ്ട്. ഇത്തരത്തിലുള്ള 3 ഫാൽക്കണുകൾ ഇന്ത്യൻ വ്യോമസേനയുടെ വിലമതിക്കാനാകാത്ത സ്വത്താണ്. കൂടാതെ ഇവ ഇന്ത്യൻ വ്യോമസേനയുടെ പ്രധാന ഫോഴ്സ് മൾട്ടിപ്ലയറുകളായും പ്രവർത്തിക്കുന്നു. 500 കിലോമീറ്റർ അകലെയുള്ള ലക്ഷ്യങ്ങൾ വരെ ഇവർക്ക് കണ്ടെത്താനാകും. ഒരേ സമയം 100 ടാർഗറ്റുകൾ വരെ ട്രാക്ക് ചെയ്യാനും അവയെ തകർക്കാൻ യുദ്ധവിമാനങ്ങളെയും മിസൈലുകളെയും നയിക്കാനും ഇവയ്ക്ക് കഴിയും. ഫാൽക്കൺ അവാക്സ് പോലെയുള്ള സംവിധാനങ്ങൾ യുദ്ധത്തിൽ വിന്യസിക്കുന്നത് വഴി ക്രൂയിസ് മിസൈലുകൾ കണ്ടെത്തുന്നതിനും അതിശയിപ്പിക്കുന്ന ശത്രു വ്യോമാക്രമണങ്ങൾ തടയുന്നതിനുമുള്ള സാധ്യത വർദ്ധിപ്പിക്കുന്നു. ഇത്തരത്തിലുള്ള 3 സംവിധാനങ്ങൾ കൂടി വാങ്ങാൻ ഇന്ത്യ നിലവിൽ ഒരുങ്ങുകയാണ്. നമ്പർ 4 INS ചക്ര. 10 വർഷത്തേക്ക് റഷ്യയിൽ നിന്ന് അക്യൂല 2 ക്ലാസ് SSN നെർപ്പയെ ലീസിന് സ്വന്തമാക്കിയ ശേഷം ഇന്ത്യൻ നാവികസേന തങ്ങളുടെ കപ്പലുകൾക്കും ഡിസ്ട്രോയറുകൾക്കുമായി ഒരു ദീർഘദൂര അണ്ടർ വാട്ടർ എസ്കോർട്ട് നൽകാനുള്ള കഴിവ് നേടി. INS ചക്ര ഇന്ത്യൻ ആവശ്യങ്ങൾക്കായി പരിഷ്കരിച്ചിരിക്കുന്നു. കൂടാതെ 36 ടോർപിഡോകളും ക്ലബ് ആന്റിഷിപ്പ് മിസൈലുകളും 8x533 mm ടോർപിഡോ ട്യൂബുകളിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയും. നിലവിൽ നിർമ്മാണത്തിലിരിക്കുന്ന ഇരിബിസ് എന്നൊരു മറ്റൊരു അക്യൂല SSN കൂടി ഇന്ത്യ ഏറ്റെടുക്കുമെന്ന് റിപ്പോർട്ടുകൾ പുറത്തു വന്നിരുന്നു. INS ചക്ര ലീസ് കഴിഞ്ഞ് തിരിച്ച് റഷ്യയിലേക്ക് പോയി എന്ന് വാർത്തകൾ വരുന്നുണ്ടെങ്കിലും നിലവിൽ ഇതുവരെ ഒഫീഷ്യലായി ഇന്ത്യ പ്രതികരിച്ചിട്ടില്ല. നമ്പർ 3 ബ്രഹ്മോസ് മിസൈൽ. ഇന്ത്യയുടെ പക്കലുള്ള ഏറ്റവും പ്രശസ്തമായ ആയുധമെന്ന പ്രത്യേകത ബ്രഹ്മോസിനുള്ളതാണ്. ഇന്ത്യൻ ആവശ്യങ്ങൾക്കായി എഖോണ്ട് മിസൈൽ പരിഷ്കരിച്ച് ഏത് പ്ലാറ്റ്ഫോമിൽ നിന്നും വിക്ഷേപിക്കാൻ കഴിയുന്ന ഒരു സാർവത്രിക മിസൈലാക്കി മാറ്റാനുള്ള സംയുക്ത സംരംഭത്തിന്റെ ഫലമാണ് ബ്രഹ്മോസിന്റെ പിറവി. 3 ടൺ ഭാരവും 9 മീറ്റർ നീളവുമുള്ള ഈ മിസൈൽ ഇപ്പോൾ ഇന്ത്യൻ പ്രതിരോധ സേനയുടെ നട്ടെല്ലായി മാറിയിരിക്കുന്നു. നിലവിൽ ഇന്ത്യൻ നാവികസേന അവരുടെ പ്രധാന യുദ്ധക്കപ്പലുകളിലെല്ലാം ബ്രഹ്മോസ് ഉപയോഗിച്ചു പോരുന്നു. ഇന്ത്യൻ ആർമി 3 റെജിമെന്റുകളെയും എയർ ലോഞ്ച് ചെയ്ത വേരിയന്റിനെ വ്യോമസേനയും ഉപയോഗിച്ചു പോരുന്നു. എയർ ലോഞ്ച് ചെയ്ത വേരിയന്റ് 2.5 ടൺ ഭാരമായി കുറച്ചിരിക്കുന്നു. അതിനാൽ ബ്രഹ്മോസ് മിസൈൽ സുഖോയ് 30 MKയുടെ ഫ്യൂസേജിന് കീഴിൽ വഹിക്കാൻ കഴിയും. നിലവിലെ ഉൽപാദന നിരക്ക് പ്രതിവർഷം 100 മിസൈലുകൾ വീതമാണ്. നമ്പർ 2 സുഖോയ് 30 MKI.
21ാം നൂറ്റാണ്ടിൽ ഇന്ത്യൻ വ്യോമസേനയെ നിർവചിച്ച ഒരു വിമാനമുണ്ടെങ്കിൽ അത് സുഖോയ് 30 MK ആണ്. ഇന്ത്യൻ സവിശേഷതകൾക്കനുസൃതമായി നിർമ്മിച്ച ഒരു ലോങ് റേഞ്ച് മൾട്ടി റോൾ സൂപ്പർ മാനുവറബിൾ 4+ ജനറേഷൻ യുദ്ധവിമാനമാണിത്. റഷ്യയിൽ നിന്നുള്ള സുഖോയ് 30 MK അടിസ്ഥാനമാക്കി ഫ്രഞ്ച്, ഇസ്രായേലി, ഇന്ത്യൻ ഏവിയോണിക്സ് എന്നിവ ഉപയോഗിച്ച് പരിഷ്കരിച്ചാണ് ഇന്ത്യ ഈ നൂതന സുഖോയ് 30 വേരിയന്റ് സൃഷ്ടിച്ചത്. അതിശയകരമായ ഈ യുദ്ധവിമാനത്തിന്റെ വൈവിധ്യവും കഴിവുകളും തിരിച്ചറിഞ്ഞതിനു ശേഷം വ്യോമസേന 272 വിമാനങ്ങൾക്കായി ഓർഡർ നൽകി. ഇത് ഇന്ത്യയിലെ ലോകത്തിലെ ഏറ്റവും വലിയ സുഖോയ് 30 ഓപ്പറേറ്ററാക്കി മാറ്റുന്നു. 4000-ലധികം കിലോമീറ്റർ റേഞ്ച്, 8000 കിലോഗ്രാം ആയുധങ്ങൾ വഹിക്കാനായി 12 ഹാർഡ് പോയിന്റുകൾ, PSA, ബാഷ് റഡാർ എന്നിവ ചേരുന്ന സുഖോയ് 30 ഈ മേഖലയിലെ മറ്റേതൊരു പോരാളിയെയും മറികടക്കുന്നു. ഇവയെ നിലവിൽ വ്യോമ പ്രതിരോധം, രഹസ്യാന്വേഷണം, ഗ്രൗണ്ട് അറ്റാക്ക് എന്നിവയ്ക്കായി ഉപയോഗിച്ചു പോരുന്നു. 2016 ഇത് ബ്രഹ്മോസ്, നിർഭയ് ക്രൂയിസ് മിസൈലുകളുമായി സംയോജിപ്പിച്ചിരുന്നു. ഇത് വ്യോമസേനയോ എതിരാളികളോ സങ്കല്പിച്ചിട്ടില്ലാത്ത സ്ട്രൈക്ക് കഴിവുകൾ ഈ വിമാനത്തിന് നൽകിയിരുന്നു. നിരവധി തദ്ദേശീയവും ഇറക്കുമതി ചെയ്തതുമായ ഇലക്ട്രോണിക് ജാമിംഗ് പോഡുകളും റേഡിയേഷൻ വിരുദ്ധ മിസൈലുകളും സുഖോയ് 30 സംയോജിപ്പിച്ചിരിക്കുന്നു. റാഫേൽ കഴിഞ്ഞാൽ ഇന്ത്യയുടെ ആകാശത്തെ ഏറ്റവും ശക്തമായ പോരാളി തന്നെയാണ് ഇന്നും സുഖോയ് 30 MKI. നമ്പർ 1 റാഫേൽ. ഇന്ത്യൻ വ്യോമസേനയിലെ ഏറ്റവും നൂതനവും ശക്തവുമായ യുദ്ധവിമാനമാണ് റാഫേൽ. ഫ്രഞ്ച് കമ്പനിയായ ദസോ ഏവിയേഷനാണ് ഈ വിമാനം രൂപകൽപ്പന ചെയ്ത് നിർമ്മിച്ചിരിക്കുന്നത്. ഇന്ത്യയും ഫ്രാൻസുമായുള്ള കരാറിന്റെ അടിസ്ഥാനത്തിൽ 36 വിമാനങ്ങളാണ് ഇന്ത്യക്ക് ലഭിക്കുക. ലേ, ലഡാക്ക് എന്നീ സ്ഥലങ്ങൾ ഉൾപ്പെടെ സമുദ്രനിരപ്പിൽ നിന്നും വളരെ ഉയരത്തിലുള്ള പ്രദേശങ്ങളിൽ വൻ പ്രകടനം കാഴ്ചവെക്കാൻ റാഫേലിന് കഴിയും. മീറ്റിയോർ, ഹാമർ എന്നീ മിസൈലുകൾ സജ്ജീകരിച്ചിരിക്കുന്ന റാഫേൽ വിമാനം ഏഷ്യയിലെ തന്നെ ഏറ്റവും അപകടകാരിയായ വിമാനമാണ്. പ്രായോഗിക രംഗത്ത് കഴിവ് തെളിയിച്ച വിമാനം കൂടിയാണ് റാഫേൽ. അതായത് ലിബിയയിലും സിറിയയിലും ആക്രമണം നടത്താൻ ഫ്രാൻസ് ഉപയോഗിച്ച റാഫേലിന്റെ പ്രവർത്തനം മികച്ചതായിരുന്നു. ശത്രുവിന്റെ റഡാറുകൾ നിശ്ചലമാക്കാനുള്ള സംവിധാനമാണ് റാഫേലിലെ മറ്റൊരു മികച്ച പ്രത്യേകത. ലഡാക്ക് പോലെയുള്ള ഉയർന്ന പ്രദേശങ്ങളിൽ നിന്നും ടേക്ക് ഓഫ് ചെയ്യാനുള്ള കരുത്തും റാഫേലിനുണ്ട്. ഇന്ത്യയിൽ നിന്ന് തന്നെ അയൽ രാജ്യത്തെ ലക്ഷ്യങ്ങൾ തകർക്കാൻ കഴിയുന്നതുകൊണ്ട് റാഫേൽ ഏറ്റവും മാരകമായ വിമാനമായി മാറുന്നു. ഇനിയും ധാരാളം ആയുധങ്ങൾ ഇന്ത്യക്ക് കരുത്തു പകരുന്നുണ്ട്. അവയിലെ പ്രധാനപ്പെട്ടത് മാത്രമാണ് നിലവിൽ ഉൾപ്പെടുത്തിയത് എന്ന് ഓർമ്മിപ്പിച്ചുകൊണ്ട് നിർത്തുന്നു.